നമുക്ക് നെക്സ്റ്റ് പറയാനുള്ളത് ഗ്രേഡിയൻറ്റ് ഓഫ് എ സ്കെലാർ ഫീൽഡാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഗ്രേഡിയൻറ്റ് പറയുന്നതിന് മുമ്പ് നമുക്കൊരു ഓപ്പറേറ്ററിനെ ഡിഫൈൻ ചെയ്യണം. ആ ഓപ്പറേറ്ററിന് പരിചയപ്പെടണം. അതാണ് വെക്റ്റർ ഡിഫറൻഷ്യൽ ഓപ്പറേറ്റർ. വെക്റ്റർ ഡിഫറൻഷ്യൽ ഓപ്പറേറ്റർ എന്ന് പറഞ്ഞാൽ ഡെൽ എന്നാണ്. ഓക്കെ, ഡെൽ ഓർ നെബുല എന്നൊക്കെ പറയും. അപ്പോൾ ഡെൽ എന്ന് വായിച്ചാൽ മതി. ഡെൽ ഈസ് ഈക്വലൻ ടു ഡോ ബൈ ഡോ എക്സ് ഐ പ്ലസ് ഡോ ബൈ ജെ പ്ലസ് ഡോ ബൈ സെഡ് കെ. ഇതാണ് നമ്മളുടെ വെക്റ്റർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ. അതായത് ഐ കമ്പോണൻറ്റിൻ്റെ കൂടെ ഏതാ ഫസ്റ്റ് ഡെറിവേറ്റീവ് പാർഷ്യൽ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു എക്സ്, ജെ കമ്പോണൻറ്റിൻ്റെ കൂടെ പാർഷ്യൽ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു വൈ, കെ കമ്പോണൻറ്റിൻ്റെ കൂടെ പാർഷ്യൽ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു സെഡ്. ഇനി നമ്മൾ പറയാൻ പോകുന്നത് എന്താണ് ഗ്രേഡിയൻ്റ് എന്നാണ്. എങ്ങനെയാണ് ഗ്രേഡിയൻറ്റിനെ ഡിഫൈൻ ചെയ്യുന്നതെന്ന്. ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. ലെറ്റ് ഫൈ ഓഫ് എക്സ് വൈ സെഡ് ബി എ ഗിവൺ ഡിഫറൻഷ്യൽ സ്കെലാർ ഫംഗ്ഷൻ ദെൻ ദ ഗ്രേഡിയൻറ്റ് ഓഫ് ഫൈ റിട്ടൺ ആസ് ഡെൽ ഫൈ ഓർ ഗ്രേഡ് ഫൈ ഈസ് ദ വെക്റ്റർ ഫംഗ്ഷൻ ഡിഫൈൻഡ് ബൈ ഡെൽ ഫൈ ഈസ് ഈക്വൽ ടു ഡോ ഫൈ ബൈ ഡോ എക്സ് ഐ പ്ലസ് ഡോ ഫൈ ബൈ ജെ പ്ലസ് ഡോ ഫൈ ബൈ സെഡ് കെ. അതായത് ഫൈ ഓഫ് എക്സ് വൈ സെഡ് എന്ന് പറയുന്നത് ഒരു സ്കെലാർ ഫംഗ്ഷനാണ്. ഐയും ജെയും കെയും ഒന്നും ഇല്ലാത്ത ഒരു സ്കെലാർ ഫംഗ്ഷനാണ്, വെക്റ്റർ ഫംഗ്ഷൻ അല്ല. അങ്ങനെ ഒരു വെക്റ്റർ ഫംഗ്ഷനിലാണ് നമ്മൾ ആരെ ഡിഫൈൻ ചെയ്യുന്നത്? ഗ്രേഡിയൻറ്റിനെ ഡിഫൈൻ ചെയ്യുന്നത്. സ്കെലാർ ഫംഗ്ഷനിലാണ് നമ്മൾ ആരെ ഡിഫൈൻ ചെയ്യുന്നത്? ഗ്രേഡിയൻറ്റിനെ ഡിഫൈൻ ചെയ്യുന്നത്. അപ്പോൾ എങ്ങനെയാണ് ഗ്രേഡിയൻറ്റിനെ ഡിഫൈൻ ചെയ്യുന്നത്? ഗ്രേഡിയൻറ്റ് ഓഫ് ഫൈ ഈസ് ഈക്വൽ ടു ഫൈ എന്ന് പറയുന്ന ഒരു സ്കെലാർ ഫംഗ്ഷന് മുകളിൽ ഗ്രേഡിയൻറ്റ് നമ്മൾ ഡിഫൈൻ ചെയ്യുന്നത് ഡെൽ ഫൈ ഈസ് ഈക്വൽ ടു ഡോ ഫൈ ബൈ ഡോ എക്സ് ഐ പ്ലസ് ഡോ ഫൈ ബൈ ജെ പ്ലസ് ഡോ ഫൈ ബൈ സെഡ് കെ. അതായത് ഐ കമ്പോണൻറ്റിന് കൂടെ വിത്ത് റെസ്പെക്ട് ടു എക്സിൽ ഡെറിവേറ്റീവ് കണ്ടുപിടിക്കുക, ജെ കമ്പോണൻറ്റിന് കൂടെ വിത്ത് റെസ്പെക്ട് ടു വൈയിൽ ഡെറിവേറ്റീവ് കണ്ടുപിടിക്കുക, കെ കമ്പോണൻറ്റിൻ്റെ കൂടെ വിത്ത് റെസ്പെക്ട് ടു സെഡിൽ ഡെറിവേറ്റീവ് കണ്ടുപിടിക്കാം. അപ്പോൾ നമുക്കിതിൻ്റെ ഒരു എക്സാമ്പിൾ നോക്കാം. നമുക്കൊരു ഫംഗ്ഷൻ തന്നിട്ടുണ്ട്. നമുക്ക് തന്നിരിക്കുന്ന ഫംഗ്ഷൻ ഇതാണ്, ഫൈ ഓഫ് എക്സ് വൈ സെഡ്. ഫൈ തന്നെ നൊട്ടേറ്റ് ചെയ്യണമെന്ന് നിർബന്ധമില്ല കേട്ടോ. ക്വസ്റ്റ്യൻ ഇതാണ്, 2x പ്ലസ് വൈ സെഡ് മൈനസ് 3y സ്ക്വയർ. അപ്പോൾ നമുക്ക് എന്ത് കണ്ടുപിടിക്കണം? ഡെൽ ഫൈ എന്താണെന്ന് കണ്ടുപിടിക്കണം. ഡെൽ തിരിച്ചാണ് എഴുതുക, ഇങ്ങനെയല്ല. ഡെല്ലാണ്, ഡെൽറ്റ അല്ല. ഡെൽ ഫൈ ഈക്വൽ ടു എന്താണെന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ നമുക്കറിയാം ഡെൽ ഫൈയുടെ ഇക്വേഷൻ എന്താണ്? ഡോ ഫൈ ബൈ ഡോ എക്സ് ഐ പ്ലസ് ഡോ ഫൈ ബൈ ഡോ വൈ ജെ പ്ലസ് ഡോ ഫൈ ബൈ ഡോ സെഡ് കെ. ഓക്കെ, അപ്പോൾ നമുക്കിത് കണ്ടുപിടിക്കാൻ വേണ്ടി ഓരോന്നും നമ്മൾ ആദ്യം ചെയ്ത് നോക്കാം. ഫൈ എന്ന് പറയുന്ന ഫംഗ്ഷൻ എന്താ നമ്മുടെ കയ്യിലുണ്ടല്ലോ. ഫൈ ഓഫ് എക്സ് വൈ സെഡ് എന്താണെന്ന് നമുക്കറിയാം, 2x പ്ലസ് വൈ സെഡ് മൈനസ് 3y സ്ക്വയർ. ഇതാണെന്നറിയാലോ. ഇനി നമ്മൾ ചെയ്യേണ്ടത് ഡോ ഫൈ ബൈ ഡോ എക്സ് കണ്ടുപിടിക്കുക ഫസ്റ്റ്. ഇതിനെ വിത്ത് റെസ്പെക്ട് ടു എക്സിൽ ഡിഫറൻഷ്യേറ്റ് ചെയ്യുക, അപ്പോൾ നിങ്ങൾക്ക് 2 എന്ന് കിട്ടും. ഡോ ഫൈ ബൈ ഡോ വൈ കണ്ടുപിടിക്കുക. ഇതിനെ നമ്മൾ വിത്ത് റെസ്പെക്ട് ടു വൈയിൽ ഡിഫറൻഷ്യേറ്റ് ചെയ്യുക, അപ്പോൾ നിങ്ങൾക്ക് ഇത് 0 ആയിപ്പോവും. ഈ വൈ സെഡിൽ സെഡ് മാത്രം വരും, കാരണം വൈയുടെ ഡെറിവേറ്റീവ് 1 ആണ്. മൈനസ് 3y സ്ക്വയറിൻ്റെ ഡെറിവേറ്റീവ് 3 × 2y ദാറ്റ് ഈസ് 6y എന്ന് വരും. ഇനി നമ്മൾ ചെയ്യേണ്ടത് ഡോ ഫൈ ബൈ ഡോ സെഡ് ചെയ്യാം. അപ്പം ഇവിടെ നോക്കുക, ഈ ടേമിൽ സെഡ് ഇല്ല, അതുകൊണ്ട് 0. ഈ ടേമിൽ സെഡ് ഉണ്ട്, സെഡിൻ്റെ ഡെറിവേറ്റീവ് 1 ആണ്. അപ്പോൾ ആൻസർ കിട്ടുന്നത് y. പിന്നെ ഇതിൽ സെഡിൻ്റെ ടേം ഇല്ല, അതുകൊണ്ട് ഇവിടുത്തെ ആൻസർ 0 ആയിരിക്കും. ഇനി നമുക്കത് ഇന്ന് എടുത്തെഴുതിയാൽ മതി. ഗ്രേഡ് ഫൈ ഈസ് ഈക്വൽ ടു, നമ്മൾ ഇക്വേഷൻ ഇതാണ്. ഞാൻ വീണ്ടും എഴുതുന്നത് നിൻ്റെ മനസ്സിൽ പറഞ്ഞോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ്. ഡോ ഫൈ ബൈ ഡോ എക്സ് പ്ലസ് ഡോ ഫൈ ബൈ ഡോ വൈ ജെ പ്ലസ് ഡോ ഫൈ ബൈ സെഡ് കെ. ഇനി ഡോ ഫൈ ബൈ ഡോ എക്സ് എന്താ കിട്ടിയേ? 2i പ്ലസ് ഡോ ഫൈ ബൈ ഡോ വൈ എന്താ കിട്ടിയേ? സെഡ് മൈനസ് 6y ജെ പ്ലസ് ഡോ ഫൈ ബൈ സെഡ് കിട്ടിയത് y കെ. ദിസ് ഇസ് ദ ആൻസർ. ഇത് എപ്പോഴും എക്സാമിന് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. അപ്പോൾ അത് പഠിക്കണം. ഓക്കെ, ഇനി നമുക്കതുപോലെ തന്നെ ഗ്രേഡ് ഫൈ തന്നിട്ട് ഫൈ കണ്ടുപിടിക്കാൻ പറയുന്നൊരു കാര്യമുണ്ട് കേട്ടോ. അതും കൂടെ ഇതിൽ വരുന്നതാണ്. അത് ചിലപ്പം 5 മാർക്കിൻ്റെ ക്വസ്റ്റിന് ചോദിക്കാറുള്ളതാണ്. അതായത് നമ്മളോട് ഗ്രേഡ് ഫൈ എന്താണെന്ന് തരും, ഡെൽ ഫൈ എന്താണെന്ന് തരും, എന്നിട്ട് നമ്മൾ അതിൻ്റെ ഫൈ എന്താണെന്ന് കണ്ടുപിടിക്കണം. അതിനായി ഫൈനെ നമ്മൾ പറയുന്ന പേരാണ് പൊട്ടൻഷ്യൽ ഫംഗ്ഷൻ. അതായത് നമുക്ക് ഗ്രേഡ് ഫൈ തന്നിട്ട് ഫൈ കണ്ടുപിടിക്കാൻ പറയുമ്പോൾ ഫൈൻ്റെ പേരാണ് പൊട്ടൻഷ്യൽ ഫംഗ്ഷൻ. ഓക്കെ, അപ്പോൾ നമുക്ക് ഒരു ഗ്രേഡ് ഫൈയും കൂടെ കണ്ടുപിടിച്ചിട്ട് ആ ക്വസ്റ്റ്യനും കൂടെ നോക്കാം കേട്ടോ. അപ്പോൾ ഇതാണ് ക്വസ്റ്റ്യൻ. If phi of x, y, z equal to 3x square y minus y cube z square. Okay, find grade phi. Find grade phi അല്ലെങ്കിൽ del phi എന്നാണ് കേട്ടോ ചോദിക്കുക. at the point 1 minus 2 minus 1. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യം ഫൈ ഓഫ് എക്സ് വൈ സെഡ് എന്താണെന്ന് എഴുതാം. നമുക്ക് തന്നിരിക്കുന്നത് 3x സ്ക്വയർ വൈ മൈനസ് വൈ ക്യൂബ് സെഡ് സ്ക്വയർ. നമുക്ക് എന്തൊക്കെ വേണം? ഡോ ഫൈ ബൈ ഡോ എക്സ് വേണം അല്ലേ. ഇതിൽ നമുക്ക്
3 ഇൻറ്റു എക്സ് സ്ക്വയറിൻ്റെ ഡെറിവേറ്റീവ് 2x ഇൻറ്റു വൈ മൈനസ് 0. അതായത് അവിടെ ഇല്ല, അപ്പോൾ നമുക്ക് കിട്ടുന്നത് 6xy എന്ന് കിട്ടും. ഓക്കെ, ഇനി നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഡോ ഫൈ ബൈ ഡോ വൈ കണ്ടുപിടിക്കണം. ഡോ ഫൈ ബൈ ഡോ വൈ ഈസ് ഈക്വൽ ടു ഇവിടെ നമുക്ക് വരുന്നത് 3x² ഇൻറ്റു 1 എന്ന് വരും. വൈയുടെ ഡെറിവേറ്റീവ് 1 ആണ്. മൈനസ് വൈ ക്യൂബിൻ്റെ ഡെറിവേറ്റീവ് എന്താ 3y² ഇൻറ്റു z² എന്ന് പറഞ്ഞത് അങ്ങനെ തന്നെ എഴുതി പോവാം. നമുക്ക് കിട്ടുന്ന ആൻസർ 3x² മൈനസ് 3y² എന്ന് കിട്ടും. ഇനി നമ്മളോട് പറഞ്ഞിരിക്കുന്നത് ഡോ ഫൈ ബൈ ഡോ സെഡും കൂടെ കണ്ടുപിടിക്കണം. ഡോ ഫൈ ബൈ ഡോ സെഡ് എന്ന് പറഞ്ഞാൽ ആദ്യത്തേതിലില്ല, അപ്പോൾ നമുക്ക് അങ്ങനെ തന്നെ എഴുതാം. മൈനസ് വൈ ക്യൂബ് ഇൻറ്റു 2z. അപ്പോൾ നമുക്ക് കിട്ടുന്നത് മൈനസ് 2y³ z. ഇനി നമ്മൾ ഗ്രേഡ് ഫൈ എഴുതാൻ പോവാണ്. ഗ്രേഡ് ഫൈ ഈസ് ഈക്വൽ ടു നമുക്ക് ഇക്വേഷൻ അറിയാലോ, ഡോ ഫൈ ബൈ ഡോ എക്സ് ഐ. അപ്പം ഡോ ഫൈ ബൈ ഡോ എക്സ് ഐ എഴുതാവുന്നല്ലേ. ഡോ ഫൈ ബൈ ഡോ എക്സ് ഐ പ്ലസ് ഡോ ഫൈ ബൈ ഡോ വൈ ജെ പ്ലസ് ഡോ ഫൈ ബൈ ഡോ സെഡ് കെ. അപ്പോൾ നമുക്ക് ഡോ ഫൈ ബൈ ഡോ എക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് കിട്ടും? 6xy ഐ പ്ലസ് ഡോ ഫൈ ബൈ ഡോ വൈ എന്ന് പറഞ്ഞാൽ 3x² മൈനസ് 3y² ജെ അല്ലേ, പ്ലസ് ഡോ ഫൈ ബൈ ഡോ സെഡ് എന്ന് പറഞ്ഞാൽ മൈനസ് 2y³ z² കെ. ഓക്കെ, ഇനി നമുക്ക് അറ്റ് ദ പോയിന്റ്, ഏത് പോയിന്റിലാണ് നമ്മളോട് ഇപ്പം നമുക്ക് ഇത്രയും കണ്ടുപിടിച്ചു അല്ലേ. ഇനി നമ്മളോട് ആ അറ്റ് ദ പോയിന്റ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് എന്ത് തന്നിട്ടുണ്ട്? 1 -2 -1. അപ്പോൾ ഇതിൽ ശരിക്കും x ഈക്വൽ ടു 1, y ഈക്വൽ ടു -2 ആൻഡ് z ഈക്വൽ ടു -1. അതങ്ങ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്താൽ മതി, വേറെ ഒന്നും വേണ്ട കേട്ടോ. ഗ്രേഡ് ഫൈയുടെ വാല്യൂവിൽ നമ്മളത് കൊടുക്കുക. 6 ഇൻറ്റു എക്സിന് പകരം 1, വൈക്ക് പകരം 2i പ്ലസ് ഇവിടെ നമ്മൾ 3 ഇൻറ്റു എക്സിന് പകരം 1² മൈനസ് 3y² പകരം -2² ജെ പ്ലസ് പിന്നെ ഇവിടെ ഉള്ളത് -2y³ z². -2 ഇൻറ്റു വൈക്ക് പകരം -2 അല്ലേ, -2 ദ ഹോൾ ക്യൂബ് ഇൻറ്റു സെഡിന് പകരം -1. അപ്പോൾ -1 ദ ഹോൾ സ്ക്വയർ കെ. ഇതൊന്ന് കണ്ടുപിടിക്കാം നമുക്കിതിൻ്റെ ആൻസർ. 6 ഇൻറ്റു 2 എന്ന് പറഞ്ഞാൽ 12i. ഓക്കെ, മൈനസ് 3 ഇൻറ്റു 2² എന്ന് വെച്ചാൽ 3 ഇൻറ്റു 2² എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 4 ഇൻറ്റു 3 12 ആണ്. 3 മൈനസ് 12 എന്ന് പറഞ്ഞാൽ -9 വരും. ഓക്കെ, -9j മൈനസ് ഇവിടെ നമുക്ക് 2³ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 8 ആണ്. 8 ഇൻറ്റു 2 എന്ന് പറഞ്ഞാൽ 16 ആണ്. ഇവിടെ ഒരു നെഗറ്റീവ്, ഈ ഒരു നെഗറ്റീവും തെറ്റിപ്പോയോ? ക്യാൻസൽ ഇടുന്നത് എനിക്ക് തോന്നുന്നു ഇവിടെ പ്ലസ് ആണ് വരാമെന്ന് അല്ലേ. -1² അല്ലേ, -2³ എന്ന് പറഞ്ഞാൽ -18 ഇൻറ്റു അല്ല -16 ഇൻറ്റു -8 ഇൻറ്റു -2 ദാറ്റ് ഈസ് +16 ആണ് വരിക. 16k. ദിസ് ഇസ് ദ ആൻസർ. ഓക്കെ, അപ്പോൾ ഇതാണ്. ഇത് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇത് ഈസിയാണ്, എപ്പോഴും ചോദിക്കാറുണ്ട് ഗ്രേഡ് ഫൈ അറ്റ് ദ പോയിന്റ് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ നന്നായി പഠിച്ചു വെച്ചിട്ട് പോകണം. ഓക്കെ, അപ്പോൾ ഇനി നെക്സ്റ്റ് നമുക്ക് അടുത്തത് പൊട്ടൻഷ്യൽ ഫംഗ്ഷൻ എങ്ങനെയാണ് കണ്ടുപിടിക്കുക എന്നുള്ളതാണ് കേട്ടോ നോക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് ക്വസ്റ്റ്യൻ നമുക്ക്. ഇഫ് del phi ഈക്വൽ ടു y പ്ലസ് y² പ്ലസ് z² i പ്ലസ് x പ്ലസ് z പ്ലസ് 2xy j പ്ലസ് y പ്ലസ് 2zx k. ഇവിടെ പ്ലസ് ഉണ്ടേ. ഓക്കെ, ഇതാണ് ഫൈൻഡ് ദ പൊട്ടൻഷ്യൽ ഫംഗ്ഷൻ. ഫൈൻഡ് ദ പൊട്ടൻഷ്യൽ ഫംഗ്ഷൻ phi such that phi at 111 equal to 3. അതായത് നമ്മളോട് ഡെൽ ഫൈ എന്താന്ന് നമുക്ക് തന്നിട്ടുണ്ട്. ഗ്രേഡിയൻറ്റ് ഫൈ നമ്മളെ കയ്യിലുണ്ട്. നമ്മൾ ഇതിൽ നിന്ന് ആരെ കണ്ടുപിടിച്ച് കൊടുക്കണം? ഫൈ എന്ന് പറയുന്ന ഫംഗ്ഷൻ ഏതാണെന്ന് കണ്ടുപിടിച്ച് കൊടുക്കണം. അതിനുവേണ്ടി നമുക്ക് ഫൈയുടെ വാല്യൂ അറ്റ് 111 ഫൈയുടെ വാല്യൂ 3 ആണെന്നും തന്നിട്ടുണ്ട്. അപ്പോൾ ഫൈ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഇത് കുറച്ച് കൂടുതലുണ്ട് ചെയ്യാൻ, ഈസിയാണ് ചെയ്യാൻ. അപ്പോൾ ഒന്ന് ഇൻ്റഗ്രേഷൻ അറിയണം എന്നുള്ളൊരു കുറച്ച് ബുദ്ധിമുട്ടുണ്ട് കേട്ടോ.
അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുകയെന്ന് വെച്ചാൽ ഇത് പഠിച്ചു വെക്കണം, കാരണം ഇത് എന്തായാലും എക്സാമിന് ചോദിക്കുന്നതാണ്. ഡിഫറെൻറ്റ് ഫംഗ്ഷൻസിൽ എപ്പോഴും എക്സാമിന് ചോദിച്ച ക്വസ്റ്റ്യനുമാണ്. അപ്പോൾ പഠിച്ചു വെക്കണം, നിർബന്ധമാണ്. അപ്പോൾ നമുക്ക് ആദ്യം ∇φ നമുക്ക് തന്നിരിക്കുന്ന ∇φ നമ്മളൊന്ന് എഴുതുകയാണ്. ∇φ ഈക്വൽ ടു നമുക്ക് തന്നിരിക്കുന്ന ഇതാണ് y പ്ലസ് വൈ സ്ക്വയർ പ്ലസ് z സ്ക്വയർ i പ്ലസ് എക്സ് പ്ലസ് z പ്ലസ് 2xyj പ്ലസ് y പ്ലസ് 2xzk. നമുക്കറിയാലോ ∇φയുടെ ഇക്വേഷൻ എന്താണ്. ∇φയുടെ ഇക്വേഷൻ എന്താ നമ്മൾ പഠിച്ചിരിക്കുന്നത്? ∂φ/∂xi പ്ലസ് ∂φ/∂yj പ്ലസ് ∂φ/∂zk ആണല്ലോ. അപ്പോൾ ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇതൊന്ന് നമ്മൾ ഇക്വേറ്റ് ചെയ്യാം അങ്ങോട്ടും ഇങ്ങോട്ടും. അപ്പോൾ നമുക്കൊന്ന് നോക്കാം. ∂φ/∂x അതായത് ഇതിലെ ∇φയുടെ i കോമ്പണൻറ്റും ഇതിലെ ∇φയിലെ i കോമ്പണൻറ്റും സെയിം ആയിരിക്കും. അപ്പോൾ ∂φ/∂x ഈക്വൽ ടു ദിസ് വൺ. അപ്പോൾ നമ്മൾ എഴുതാണ് ∂φ/∂x ഈക്വൽ ടു y പ്ലസ് വൈ സ്ക്വയർ പ്ലസ് z സ്ക്വയർ. ഓക്കെ, ഇനി നീ നോക്കുക. ∂φ/∂yക്ക് എന്ത് എഴുതാം? ഇവിടുത്തെ j കമ്പോണൻറ്റ് ഈക്വൽ ടു ദിസ് j കമ്പോണൻറ്റ്. അപ്പോൾ ∂φ/∂y ഈക്വൽ ടു x പ്ലസ് z പ്ലസ് 2xy. ഓക്കെ, നെക്സ്റ്റ് ∂φ/∂z ഈക്വൽ ടു അടുത്തത് ഇവിടുത്തെ k കമ്പോണൻറ്റ് ഈക്വൽ ടു ഇവിടുത്തെ k കമ്പോണൻറ്റ് y പ്ലസ് 2xz. ഓക്കെ, ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് അറിയോ? നമുക്കിതിൻ്റെ ഫൈ അല്ലേ കണ്ടുപിടിക്കണ്ടേ? നമ്മളെ കയ്യിൽ ഫൈൻ്റെ ഡിഫറൻസിയേഷൻ അല്ലേ ഉള്ളത്. അപ്പം നമ്മൾക്ക് അതിൽ നിന്ന് ഫൈ കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യണം? വിത്ത് റെസ്പെക്ട് ഇൻ്റഗ്രേറ്റ് ചെയ്യണം. ഓക്കെ, അപ്പോൾ നമ്മൾ ആദ്യത്തെ ഈ ഇക്വേഷൻസിനൊക്കെ ഞാൻ പേര് കൊടുക്കുകയാണ്. ദിസ് ഈസ് 1 and 2 and this is 3. അപ്പോൾ ഞാൻ ഈ ഇക്വേഷൻ 1ൽ എടുക്കുകയാണ്. ഈ ഇക്വേഷൻ 1നെ അതായത് ∂φ/∂x അതായത് ഫൈയുടെ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു എക്സിലാണ് നമുക്ക് ഈ ആൻസർ കിട്ടിയിരിക്കുന്നത്. സോ നമ്മൾ എന്ത് ചെയ്യാൻ പോവുകയാണ്? ഇതിൽ നിന്ന് ഫൈ കണ്ടുപിടിക്കാൻ പോവുകയാണ്. അപ്പോൾ ഇത് ഡിഫറൻസിയേഷനാണ്. അതിൻ്റെ റിവേഴ്സ് പ്രോസസ്സ് ചെയ്തിട്ടാണ് നമ്മൾ എന്ത് കണ്ടുപിടിക്കേണ്ടത്? ഫൈ കണ്ടുപിടിക്കേണ്ടത്. ഫൈയിനെ ഡെറിവേറ്റീവ് ചെയ്തപ്പോഴാണ് നമുക്ക് എന്ത് കിട്ടിയത്? ∂φ/∂x കിട്ടിയത്. അപ്പോൾ നമ്മൾ തിരിച്ച് ചെയ്ത് കഴിഞ്ഞാൽ, അതായത് തിരിച്ച് മീൻസ് ഈ ഡിഫറൻസിയേഷൻ തിരിച്ചു പോകണം. അതിൻ്റെ പ്രോസസ്സിങ്ങിൻ്റെ പേരാണെന്ത്? ഇൻ്റഗ്രേഷൻ. അപ്പോൾ ഇതിന് ഒരു തവണ ഇൻ്റഗ്രേറ്റ് ചെയ്താൽ നമുക്കിവിടെ ഫൈ ആവും. അതിനനുസരിച്ച് കറസ്പോണ്ടൻസ് ആയിട്ട് നമുക്കിവിടെ ഫൈൻ്റെ ഫംഗ്ഷൻ കിട്ടും. ഓക്കെ, ഇത്രയും കാര്യം മനസ്സിലായില്ലേ? അപ്പോൾ നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒന്നാമത്തെ ഇക്വേഷൻ എടുത്തു. ∂φ/∂x ഈക്വൽ ടു ഇങ്ങനെയൊക്കെ തന്നെ എഴുതി പോകണം കേട്ടോ. y പ്ലസ് വൈ സ്ക്വയർ പ്ലസ് z സ്ക്വയർ. ഇനി എന്ത് ചെയ്യണം നമ്മൾ? ഇതിനെ ഇവിടെ ആരാളുള്ളത്? എക്സ് അല്ലേ. അപ്പോൾ എക്സിൽ തന്നെ ഇൻ്റഗ്രേറ്റ് ചെയ്യാം. നമ്മൾ എഴുതുകയാണ് ഇൻ്റഗ്രേറ്റിംഗ് 1 അതായത് ഒന്നാമത്തെ ഇക്വേഷൻ വിത്ത് റെസ്പെക്ട് ടു എക്സ്. എക്സിൽ നമ്മളിതിനെ ഇൻ്റഗ്രേറ്റ് ചെയ്യാൻ പോവുകയാണ്. ഇതിനെ ഇൻ്റഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്താ കിട്ടുക? ഇൻ്റഗ്രൽ ഓഫ് ∂φ/∂x ഈക്വൽ ടു ഇൻ്റഗ്രൽ ഓഫ് y പ്ലസ് വൈ സ്ക്വയർ പ്ലസ് z സ്ക്വയർ dx അല്ലേ. ഞാൻ പറഞ്ഞു ഡിഫറൻസിയേഷൻ ആയിട്ടുള്ള ഒരു ഫംഗ്ഷനെ ഇൻ്റഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ എന്ത് കിട്ടും? ഫൈ എന്ന് തന്നെ കിട്ടും അല്ലേ. ഫൈ വൈയുടെ ഡിഫറൻസിയേഷൻ എന്താണ്? y ഇൻറ്റു 1 എന്നാണ് വരിക. ദറ്റ് ഈസ് yx. വൈ സ്ക്വയറിൻ്റെ ഡെറിവേറ്റീവ് അതെ y സ്ക്വയർ എക്സ്, z സ്ക്വയറിൻ്റെ ഡെറിവേറ്റീവ് അതെ z സ്ക്വയർ എക്സ്. ഓക്കെ, പിന്നെ ഇവിടെ ഒരു നമ്മളൊരു പ്ലസ് സി ഇടില്ലേ. അപ്പോൾ അതിന് പകരം ഇത് പാർഷ്യൽ ഡെറിവേറ്റീവ് അല്ലേ നമ്മൾ ചെയ്തത്? വിത്ത് റെസ്പെക്ട് ടു എക്സിലല്ലേ ചെയ്തത്? അപ്പോൾ നമ്മൾ കോൺസ്റ്റൻറ്റ് ഓഫ് ഇൻ്റഗ്രേഷൻ ഇവിടെ പ്ലസ് സിക്ക് പകരം ഇവിടെ ഒരു ഫംഗ്ഷനായിട്ടാണ് നമ്മൾ എഴുതുക f(y)z എന്ന്. എന്തിനാ ഈ f(y)z എഴുതുന്നതെന്നറിയോ? നമ്മൾ എക്സിലാണ് ഡിഫറൻഷ്യേറ്റ് ചെയ്തത്. പിന്നെ ആരൊക്കെ ബാക്കിയുണ്ട്? വൈയും സെഡും ബാക്കിയുണ്ട്. അപ്പോൾ അതാണ് നമ്മളുടെ കോൺസ്റ്റൻറ്റ് ഓഫ് ഇൻറ്റഗ്രേഷൻ വരിക. ഈ ഒരു കാര്യത്തിൽ എക്സ് മാത്രമല്ലേ വേരിയബിൾ ആയിട്ടുള്ളൂ, ബാക്കിയെല്ലാം നമ്മൾ കോൺസ്റ്റൻ്റ് ആയിട്ടല്ലേ എടുത്തത്. അപ്പോൾ f(y)z എന്ന് എഴുതണം ഇവിടെ. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. മനസ്സിലായിട്ടില്ലെങ്കിൽ ചോദിക്കണേ. അപ്പോൾ ഇത്രയും കാര്യം. അപ്പോൾ ഇതിന് ഞാൻ ഇക്വേഷൻ നമ്പർ 4 എന്ന് കൊടുത്തു. ഇനി ഞാൻ എന്താ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ ഇതിനെ ഞാൻ വിത്ത് റെസ്പെക്ട് ടു വൈയിൽ ഡിഫറൻഷ്യേറ്റ് ചെയ്യാം. അതെന്തിനാണ് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇവിടെ ഒരു ∂φ/∂y ഇല്ലേ എൻ്റെ കയ്യിൽ. അപ്പോൾ ഈ ∂φ/∂yയും ഈ ഒരു ∂φ/∂yയും ഞാൻ ഇതിനെ ഡിഫറൻഷ്യേറ്റ് ചെയ്ത് കിട്ടുന്ന ∂φ/∂yയും തമ്മിൽ കമ്പയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, അപ്പോൾ ഞാൻ ഇതിനെ ഒന്ന് ∂φ/∂y കണ്ടുപിടിക്കാം. ഇപ്പോൾ ഇവിടെ നോക്കാം. y ഇൻറ്റു എക്സിൽ വൈയുടെ ഡെറിവേറ്റീവ് 1 ആണ്. സോ എക്സ് മാത്രം വരും. വൈ സ്ക്വയർ എക്സിൽ 2y ആണ് വൈ സ്ക്വയറിൻ്റെ ഡെറിവേറ്റീവ്, എക്സ് വരും. ഇവിടെ z സ്ക്വയർ എക്സ് എന്ന് പറയുന്ന ടേം ഇല്ല. പിന്നെ ഇവിടെ നമ്മൾ ഡിഫറൻഷ്യേറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മളിങ്ങനെ തന്നെ എഴുതാം ∂by∂y ഓഫ് f(y)z. അതിനെ അങ്ങനെ തന്നെ എഴുതി.
ഇനി ഞാനിതിന് ഇക്വേഷൻ നമ്പർ 5 എന്ന് കൊടുത്തു. ഇനി ഈ അഞ്ചാമത്തെ ഇക്വേഷനും ഈ രണ്ടാമത്തെ ഇക്വേഷൻ നോക്ക്, അത് രണ്ടും ഡോ ഫൈ ബൈ ഡോ വൈ തന്നെയല്ലേ വന്നിരിക്കുന്നത്. ഒരു സ്ക്രീനിലാക്കി തരാം, ശ്രദ്ധിക്കാം. ഇത് നോക്കുക, ഇത് ഡോ ഫൈ ബൈ, ഇതും ഡോ ഫൈ ബൈ ഡോ വൈ ആണ് വന്നിരിക്കുന്നത്, ഇതും ഡോ ഫൈ ബൈ ഡോ വൈ ആണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഒരു ഇക്വേഷൻ്റെ LHS ഈക്വൽ ആണെങ്കിൽ, ലെഫ്റ്റ് ഹാൻഡ് സൈഡ് ഈക്വൽ ആണെങ്കിൽ ആ ഇക്വേഷൻ്റെ റൈറ്റ് ഹാൻഡ് സൈഡും ഈക്വൽ ആയേ മതിയാവുള്ളൂ. അപ്പോൾ നമ്മൾ ഈ റൈറ്റ് ഹാൻഡ് സൈഡ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഇവിടെ ഒരു എക്സ് വന്നിട്ടുണ്ട്, ഇവിടെ ഒരു എക്സ് വന്നിട്ടുണ്ട്, ഇവിടെ ഒരു 2xy വന്നിട്ടുണ്ട്, ഇവിടെ ഒരു 2yx വന്നിട്ടുണ്ട്. പിന്നെ ഇവിടെ ആരാ വന്നേ? ഇവിടെ ഒരു z ഉണ്ട്. ഇവിടെ ആരാ ഉള്ളത്? ഡോ ബൈ ഡോ വൈ ഓഫ് എഫ് ഓഫ് വൈ സെഡ് അല്ലേ. അപ്പോൾ നമുക്ക് എന്ത് പറയാം? അപ്പോൾ ഒരു ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ രണ്ട് സൈഡ് ഈക്വൽ ആവണം. അപ്പോൾ ഒരു ലെഫ്റ്റ് ഹാൻഡ് സൈഡ് ആയിട്ടുള്ള ഇക്വേഷൻ എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ റൈറ്റ് ഹാൻഡ് സൈഡ് മസ്റ്റായിട്ട് ഈക്വൽ ആയേ മതിയാവും. അപ്പോൾ ഇതിൻ്റെ ഓരോ ടേമും ഈക്വൽ ആവണം. ഇപ്പോൾ ഇത് നോക്കുമ്പോൾ ഇവിടുത്തെ ഒന്നാമത്തെ ടേം ഈക്വലാണ്, ഇവിടുത്തെ മൂന്നാമത്തെ ടേം ഇവിടുത്തെ, അപ്പോൾ ഈ ടേംസ് രണ്ടും ഈക്വൽ ആയേ മതിയാവും. അപ്പോൾ നമ്മൾ എഴുതാണ് ഈ z ആരോട് ഈക്വലാണ്? ഇയാളോട് ഈക്വലാണ്. അതായത് ഡോ ബൈ ഡോ വൈ ഓഫ് എഫ് ഓഫ് വൈ സെഡ് ഈക്വൽ ടു ആരാണെന്ന് കിട്ടി. നമുക്കിപ്പോൾ മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നേ. അപ്പോൾ നമ്മൾ എഴുതുകയാണ് ഡോ ബൈ ഡോ വൈ ഓഫ് എഫ് ഓഫ് വൈ സെഡ് ഈക്വൽ ടു സെഡ് എന്ന് എഴുതി. അത് രണ്ട് ഈക്വൽ ആയേ മതിയാവുള്ളൂ, നിർബന്ധമാണ്. അപ്പോൾ നമ്മൾ എന്താ ചെയ്തതെന്ന് വെച്ചാൽ ഇവിടെ കമ്പയറിങ് 5 and 2. ഇനി നമുക്ക് ഈ എഫ് ഓഫ് വൈ സെഡ് നോക്ക്. ഇവിടെ ഈ എഫ് ഓഫ് വൈ സെഡ് എന്താണെന്ന് കിട്ടിക്കഴിഞ്ഞാൽ ഈ ഫംഗ്ഷൻ ഫൈ എന്ന് പറയുന്ന ഫംഗ്ഷൻ കംപ്ലീറ്റ് ആയില്ലേ. അപ്പോൾ ഈ എഫ് ഓഫ് വൈ സെഡ് എന്താണെന്ന് പറഞ്ഞു കൊടുക്കാൻ വേണ്ടിയിട്ട് ഈ സാധനമല്ലേ ഇവിടെ നിന്ന് ഈ ഡോ ബൈ ഡോ വൈ ഓഫ് എഫ് ഓഫ് വൈ സെഡ് ഈക്വൽ ടു സെഡ്, ഇതിന് ഞാൻ ഇക്വേഷൻ നമ്പർ 6 എന്ന് കൊടുക്കുകയാണ്. ഈ ആറാമത്തെ ഇക്വേഷന് ഇത് വിത്ത് റെസ്പെക്ട് ടു വൈയിലാണല്ലേ. അപ്പോൾ ഞാനിതിനെ എനിക്ക് എഫ് ഓഫ് വൈ സെഡ് കിട്ടാൻ വേണ്ടിയിട്ട് ഇതിനെ വിത്ത് റെസ്പെക്ട് ടു വൈയിലൊന്ന് ഇൻ്റഗ്രേറ്റ് ചെയ്യാണ്. അപ്പോൾ ഞാൻ എഴുതുന്നത് ഇൻ്റഗ്രേറ്റിംഗ്, ഇതിങ്ങനെ തന്നെ ചെയ്ത് പോകുന്നതാട്ടോ ചെയ്യുന്നത്, ഇൻ്റഗ്രേറ്റിംഗ് 6 വിത്ത് റെസ്പെക്ട് ടു വൈ. അപ്പോൾ ഞാൻ എഴുതുന്നത് ഇൻ്റഗ്രൽ ഡോ ബൈ ഡോ വൈ ഓഫ് എഫ് ഓഫ് വൈ സെഡ് ഈക്വൽ ടു ഇൻ്റഗ്രൽ സെഡ് ഡി വൈ. ഓക്കെ, ഞാൻ പറഞ്ഞു ഡിഫറൻസിയേഷനും ഇൻ്റഗ്രേഷനും ഒരുമിച്ച് വന്നു കഴിഞ്ഞാൽ അത് ന്യൂട്രലായി പോകും. സോ ഇവിടെ കിട്ടുന്നത് എഫ് ഓഫ് വൈ സെഡ് വിച്ച് ഇസ് ഈക്വൽ ടു സെഡ് അങ്ങനെ തന്നെ എഴുതി സെഡ് വൈ എന്ന് കിട്ടും. പ്ലസ് എ കോൺസ്റ്റൻറ്റ് ഓഫ് ഇൻ്റഗ്രേഷൻ വേണ്ടേ. ആ കോൺസ്റ്റൻറ്റ് ഓഫ് ഇൻ്റഗ്രേഷനെ നമ്മൾ എന്ത് ചെയ്യണമെന്നറിയോ? ഇവിടെ സെഡ് ജി ഓഫ് സെഡ് എന്ന് കൊടുക്കണം. കാരണം നമ്മൾ വൈയിലും കൂടെ ചെയ്തു. സോ നമുക്ക് എന്ത് കിട്ടി? എഫ് ഓഫ് വൈ സെഡ് എന്ന് പറയുന്നത് ഇതാണെന്ന് കിട്ടി. ഇത് ഏഴാമത്തെ ഇക്വേഷനാണ്. അപ്പോൾ നമ്മൾ ഈ ഒന്നാമത്തെ ഇക്വേഷനിൽ ഈ എഫ് ഓഫ് വൈ സെഡിന് പകരം ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താലോ? ഈ നാലാമത്തെ ഇക്വേഷനിൽ എഫ് ഓഫ് വൈ സെഡിന് പകരം ഞാൻ ഇതിനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് എഴുതാണ്. അപ്പോൾ നാലാമത്തെ ഇക്വേഷൻ എങ്ങനെ മാറും? നാലാമത്തെ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ ഫൈ ഇസ് ഈക്വൽ ടു നമുക്ക് മാറുന്നത് ഇങ്ങനെയാണ്: എക്സ് വൈ പ്ലസ് എക്സ് വൈ സ്ക്വയർ പ്ലസ് എക്സ് സെഡ് സ്ക്വയർ പ്ലസ് വൈ സെഡ് വൈ. പിന്നെ നമ്മുടെ കയ്യിലുണ്ടായിരുന്നത് എഫ് ഓഫ് വൈ സെഡ് ആണ്. എഫ് ഓഫ് വൈ സെഡ് എന്നായിരുന്നു നമ്മുടെ കയ്യിലുണ്ടായിരുന്നത്. നമ്മളൊന്ന് മാറ്റി എഴുതാണ്. എഫ് ഓഫ് വൈ സെഡ് കണ്ടുപിടിച്ചപ്പോൾ എക്സ് വൈ പ്ലസ് എക്സ് വൈ സ്ക്വയർ പ്ലസ് എക്സ് സെഡ് സ്ക്വയർ പ്ലസ് എഫ് ഓഫ് വൈ സെഡ് എന്താ ഇപ്പോൾ കണ്ടുപിടിച്ചിരിക്കുന്നത്? സെഡ് വൈ പ്ലസ് ജി ഓഫ് സെഡ്. അപ്പോൾ ഇനി ആരെയും കൂടെ കണ്ടുപിടിച്ചാൽ ഫൈ കംപ്ലീറ്റ് ആയി. ജി ഓഫ് സെഡിനെയും കൂടെ കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ ഫൈ കംപ്ലീറ്റ് ആയി. അത് കണ്ടുപിടിക്കാൻ വേണ്ടി തൊട്ട് മുമ്പ് നമ്മൾ എഫ് ഓഫ് വൈ സെഡിനെ കണ്ടുപിടിക്കാൻ എന്താ ചെയ്തത്? എഫിനെ വിത്ത് റെസ്പെക്ട് ടു വൈയിലല്ലേ ഡിഫറൻഷിയേറ്റ് ചെയ്തത്. പിന്നെ ആരാ ബാക്കിയുള്ളത്? എഫ് ഐനെ നമ്മൾ വിത്ത് റെസ്പെക്ട് ടു എക്സിൽ ഇൻ്റഗ്രേറ്റ് ചെയ്യാം. അപ്പോൾ നമ്മൾ ഈ ഇക്വേഷനെ ഞാൻ പുതിയതായിട്ട് വിളിക്കുകയാണ്. ഈ ഇക്വേഷൻ്റെ പേരെന്താണ്? എയ്ത്ത് ഇക്വേഷൻ. അപ്പോൾ ഞാനിനി എഴുതാണ് ഡിഫറൻഷിയേറ്റിംഗ് ഇക്വേഷൻ 8 വിത്ത് റെസ്പെക്ട് ടു സെഡ്. ഓക്കെ, അപ്പം നമുക്ക് എന്താ കിട്ടുക? ഡോ ഫൈ ബൈ ഡോ സെഡ് ഈക്വൽ ടു, ഇവിടെ നോക്കുക, ഇവിടെ ഒന്നുമില്ല അല്ലേ സെഡിൻ്റെ ടൈം, ഇവിടെ ഒന്നുമില്ല അല്ലേ സെഡിൻ്റെ ടൈം, അത് 0 ആയി, ഇതും 0 ആയി. ഇവിടെ നമുക്ക് പക്ഷേ ഉണ്ട് എക്സ് ഇൻറ്റു 2z എന്ന് വരും, പ്ലസ് പിന്നെ അടുത്തതിലും ഉണ്ട് സെഡ് വൈന്ന്. സെഡിൻ്റെ ഡെറിവേറ്റീവ് 1 ആണ്, അപ്പോൾ y മാത്രം വരും, പ്ലസ് പിന്നെ ഇതിനെ ഞാൻ ഡോ ബൈ ഡോ സെഡ് ഓഫ് ജി ഓഫ് സെഡ് എന്ന് തന്നെ എഴുതി. ഡോ ബൈ ഡോ സെഡ് ഓഫ് ജി ഓഫ് സെഡ് എന്ന് എഴുതി. അപ്പോൾ എനിക്കിവിടെ കിട്ടുന്ന ആൻസർ എന്താ? ഞാൻ വൃത്തിയിൽ എഴുതാം. അപ്പോൾ എനിക്ക് കിട്ടുന്നത് 2xz പ്ലസ് y പ്ലസ് ഡോ ബൈ ഡോ സെഡ് ഓഫ് ജി ഓഫ് സെഡ്.
ഇനി നമ്മൾ എന്ത് ചെയ്യണം? ഇനി നമ്മൾ ഈ ഇക്വേഷൻ, ഇതിനെ ഞാൻ 9 എന്ന് കൊടുത്തു. ഈ നമ്മളെ കയ്യിലൊരു ഡോ ഫൈ ബൈ ഡോ സെഡ് ഉണ്ടല്ലോ, അത് മുകളിൽ കിടക്കുന്നത്, നമ്മൾ 3 കണ്ടുപിടിച്ചതിലുള്ള ഒരു ഡോ ഫൈ ബൈ ഡോ സെഡ്, ഇതാ ഈ സാധനം ഉണ്ടല്ലോ, ഇയാളെയും ഈ താഴെയുള്ള ഇക്വേഷനെയും നമ്മളൊന്ന് കമ്പയർ ചെയ്യാൻ പോവാണ്. ഞാൻ ഇക്വേഷൻ ഒന്നും കൂടി ഇവിടെ എടുത്തെഴുതാം. 3ാമത്തെ ഇക്വേഷനാണ് ഞാനിവിടെ എഴുതുന്നത്. ഡോ ഫൈ ബൈ ഡോ സെഡ് ഈക്വൽ ടു വൈ പ്ലസ് 2zx. അപ്പോൾ ഇത് രണ്ടും കൊണ്ടൊന്ന് കമ്പയർ ചെയ്യാം. ഇത് നമ്മളുടെ 3ാമത്തെ ഇക്വേഷനാണ് കേട്ടോ. ഞാനിവിടെ എഴുതാണ് കമ്പയറിങ് 3 and 9. ഇനി നിങ്ങൾ നോക്കിയേ, ഡോ ഫൈ ബൈ ഡോ സെഡ്, ഇവിടെയും ഡോ ഫൈ ബൈ ഡോ സെഡ്, ഇവിടെ 2x സെഡ്, ഇവിടെ 2zx, ഇത് രണ്ടും ഈക്വൽ ആണ്. ഇവിടെ y, ഇവിടെ y. അപ്പോൾ ഇയാൾക്ക് ആരും ഇല്ല അല്ലേ? അപ്പോൾ ഇവിടെ ഒരു അതായത് ഇയാൾ ഇങ്ങോട്ടേക്ക് ഇക്വേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈക്വൽ ടു 0 എന്നാണ് എഴുതുക. ഓക്കെ, അപ്പോൾ ഇവിടെ ആരും ഇല്ലല്ലോ. അപ്പോൾ നമ്മൾ എഴുതുന്നത് ഡോ ബൈ ഡോ സെഡ് ഓഫ് ജി ഓഫ് സെഡ് ഈക്വൽ ടു സം 0. ഓക്കെ, ഇനി ഈ ജി ഓഫ് സെഡ് കണ്ടുപിടിക്കാൻ വേണ്ടി ഈ 0നെ നമ്മളൊന്ന് ഇൻ്റഗ്രേറ്റ് ചെയ്യാൻ പോവാണ്. ഇൻ്റഗ്രേറ്റിംഗ്, ഇതിന് ഞാൻ 10ാമത്തെ ഇക്വേഷനായിട്ട് എഴുതി. ഇൻ്റഗ്രേറ്റിംഗ് 10 വിത്ത് റെസ്പെക്ട് ടു, എന്തിലാണ് ഇൻ്റഗ്രേറ്റ് ചെയ്യേണ്ടത്? താഴെ എന്താണോ ഉള്ളത് അതിൽ തന്നെ കേട്ടോ, വിത്ത് റെസ്പെക്ട് ടു സെഡ്. അപ്പോൾ നമ്മളിതിനെ എഴുതാണ് ഇൻ്റഗ്രൽ ഡോ ബൈ ഡോ സെഡ് ഓഫ് ജി ഓഫ് സെഡ് ഈക്വൽ ടു ഇൻ്റഗ്രൽ 0. ദാറ്റ് ഈസ് ഇങ്ങനെ നമ്മൾ എഴുതും. ഇൻ്റഗ്രൽ ഡോ ബൈ ഡോ സെഡ് ഓഫ് ജി ഓഫ് സെഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്തെഴുതാം? ജി ഓഫ് സെഡ് ഈക്വൽ ടു 0യുടെ ഇൻ്റഗ്രേഷൻ 0 ആണ്, പ്ലസ് എ കോൺസ്റ്റൻറ്റ് ഓഫ് ഇൻ്റഗ്രേഷൻ. ഇപ്പോൾ നമ്മൾ എക്സിൽ ചെയ്തു, വൈയിൽ ചെയ്തു, സെഡിൽ ചെയ്തു. അപ്പോൾ ഇനി ഒരു വേരിയബിൾ നമുക്ക് ബാക്കിയില്ല. അപ്പോൾ നമ്മളുടെ കോൺസ്റ്റൻറ്റ് ഓഫ് ഇൻ്റഗ്രേഷൻ എന്താ വരിക? സി. അപ്പോൾ ജി ഓഫ് സെഡ് എന്താണെന്ന് കിട്ടി? നമുക്ക് സി ആണെന്ന് കിട്ടി. അപ്പോൾ നമ്മളുടെ ഇക്വേഷനില്ലേ ഫൈ എന്ന് പറയുന്ന ഇക്വേഷൻ നമ്മളെ കയ്യിലുണ്ടായിരുന്നില്ലേ? ഒരു ഫൈ, ഈ ഇക്വേഷൻ ഉണ്ടോ? 8ാമത്തെ ഇക്വേഷനിൽ ജി ഓഫ് സെഡ് നമ്മൾ കണ്ടുപിടിച്ചു. അപ്പോൾ അതിനെ നമ്മളൊന്ന് മാറ്റി എഴുതാണ്. 8 ബിക്കംസ് 8ാമത്തെ ഇക്വേഷൻ എങ്ങനെയായിട്ട് മാറിയപ്പോൾ നമ്മൾ ഇക്വേഷനായിട്ട് മാറിയത് ഫൈ ഈക്വൽ ടു എക്സ് വൈ പ്ലസ് എക്സ് വൈ സ്ക്വയർ പ്ലസ് എക്സ് സെഡ് സ്ക്വയർ പ്ലസ് വൈ സെഡ് പ്ലസ് ജി ഓഫ് സെഡ് എന്നാണ്. ജി ഓഫ് സെഡിന് പകരം ഞാനിപ്പോൾ എന്ത് കണ്ടുപിടിച്ചിട്ടുണ്ട്? അതിൻ്റെ വാല്യൂ കണ്ടുപിടിച്ചിട്ടുണ്ട്. അത് സി ആണെന്ന് കണ്ടുപിടിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉണ്ടാവുള്ളൂ, ബേസിക്കലി ഇത്രയേ ചെയ്യാനുണ്ടാവുള്ളൂ നിനക്ക്. പക്ഷേ ഇവിടെ നമുക്ക് സ്പെഷ്യലായിട്ട് ഒരു നമ്പർ തന്നിട്ടുണ്ട്. ഫൈ ഓഫ് 111 എന്ന് പറയുന്നത് 3 ആണെന്ന് തന്നിട്ടുണ്ടെന്ന് തോന്നുന്നു. അങ്ങനെ ആകുന്ന 4 or 3 അങ്ങാണ് തന്നിട്ടുണ്ട്. അങ്ങനെ ആവുന്ന കേസിൽ നിനക്ക് ആരെയും കൂടെ കണ്ടുപിടിക്കണം, സിയുടെ വാല്യൂയും കൂടെ കണ്ടുപിടിക്കണം. അപ്പോൾ നമുക്ക് അതും കൂടെ ചെയ്യാം. അപ്പോൾ നമുക്ക് തന്നിരിക്കുന്ന കണ്ടീഷൻ എന്ന് പറയുന്നത് ഫൈ ഓഫ് 111 ഈക്വൽ ടു 3 എന്നാണ്. അപ്പോൾ ഇതിൽ നമ്മൾ എക്സ് ഈക്വൽ ടു 1, വൈ ഈക്വൽ ടു 1 ആൻഡ് സെഡ് ഈക്വൽ ടു 1 ആൻഡ് ഫൈ ഈക്വൽ ടു 3 എന്ന് കൊടുക്കണം. അപ്പോൾ ഫൈക്ക് ഞാൻ 3 എന്ന് പറയുന്ന വാല്യൂ കൊടുത്തു. മറ്റേതെല്ലാം 1 ആണ്. 1 × 1 1 × 1 സ്ക്വയർ പ്ലസ് 1 × 1 സ്ക്വയർ പ്ലസ് 1 × 1 പ്ലസ് സി. അപ്പോൾ നമുക്ക് കിട്ടുന്നത് 3 ഈക്വൽ ടു 1 പ്ലസ് 1 പ്ലസ് 1 പ്ലസ് 1 പ്ലസ് സി. ദാറ്റ് ഈസ് 3 ഈക്വൽ ടു 4 പ്ലസ് സി. ഇവിടുന്ന് സി കണ്ടുപിടിച്ചേ 3 - 4 ദാറ്റ് ഈസ് ഈക്വൽ ടു -1. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? സിയുടെ വാല്യൂ കിട്ടി. അപ്പോൾ നമ്മൾ ഫൈയുടെ വാല്യൂ മാറ്റി എഴുതാലോ. ഫൈ എന്ന് പറഞ്ഞത് എന്താണ്? എക്സ് വൈ പ്ലസ് എക്സ് വൈ സ്ക്വയർ പ്ലസ് എക്സ് സെഡ് സ്ക്വയർ പ്ലസ് വൈ സെഡ് -1. അതായത് സിയുടെ വാല്യൂ 1 ആണ്. ദിസ് ഈസ് ദ ആൻസർ. അപ്പോൾ ഇതാണ് നമുക്ക് കണ്ടുപിടിക്കാനുള്ളത്. ഇത് കുറച്ചധികം ചെയ്യാനുണ്ട്, പക്ഷെ നല്ല രസമുള്ള പ്രോസസ്സാണ്. നീ ഒന്ന് ചെയ്ത് നോക്കണം കേട്ടോ. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സെക്ഷനുമാണ്. അപ്പോൾ നീ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ആ ക്വസ്റ്റ്യൻ പേപ്പർ എടുക്കുക. ഇതിലാകെ ഒരു ക്വസ്റ്റ്യനേ ഉള്ളൂ. അപ്പോൾ നീ ക്വസ്റ്റ്യൻ പേപ്പർ എടുക്കുക. ആ ക്വസ്റ്റ്യൻ പേപ്പറിലുള്ള ആ ക്വസ്റ്റ്യൻസ് ഒക്കെ ഒന്ന് ചെയ്ത് നോക്കുക. ഇതെന്തായാലും ക്വസ്റ്റ്യൻ പേപ്പറിൽ ഉണ്ടാവും കേട്ടോ. അപ്പോൾ ഇതൊന്ന് ട്രൈ നോക്കുക.